എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ അക്ഷരങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ചിത്രം വരക്കുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് കഥ ഉണ്ടാക്കുന്നതെന്നെല്ലാം അറിയാൻ വേണ്ടി വന്നവരായിരിക്കും അല്ലേ നിങ്ങൾ. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വെച്ചാൽ ഇതങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിന്ന് ഒരു കമൻറ്റ് എടുത്ത് ഞാൻ അതിൽ നിന്ന് എങ്ങനെയാണ് ഇതുപോലെയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് കഥ ഉണ്ടാക്കുന്നതെന്നില്ല ആ ഒരു പ്രോസസ്സ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഷാ കൊണ്ട് കുതിരേനെയും ലാ കൊണ്ട് കഴുതേനെയും വരച്ച ഡ്രോയിങ് ആയിട്ടാണ്. ഈ ഞാൻ ഒറ്റയടിക്ക് നേരെ പേപ്പറിൽ വരയ്ക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം തന്നെ കുറേ ഞാൻ നമ്മളെ ബുക്കിൽ വരച്ച് അതൊന്ന് സെറ്റാക്കിയ ശേഷം മാത്രമാണ് ഞാൻ വീഡിയോ ഓണാക്കി നേരെ ഡ്രോയിങ് ചെയ്യുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള അത്രമാത്രം കഴിവോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. അങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് ചിത്രങ്ങൾ റെഡിയാക്കിയാൽ പിന്നെ നമ്മൾ സ്റ്റെപ്പ് കഥ ഉണ്ടാക്കാനാണ്. കഥയും ഞാൻ ആലോചിച്ച് വീട്ടിൽ തന്നെ ഇരുന്നൊരു ബുക്കിൽ എഴുതി വെക്കും. പിന്നെ അത് വേണ്ട പോലെ വികസിപ്പിച്ച് എൻ്റെ മനസ്സിലുള്ളൊരു ചിത്രം ഉണ്ടല്ലോ അത് ഞാൻ അക്ഷരങ്ങളൊക്കെ വെച്ച് അവിടെ വരക്കും. അവസാനം ഇതുപോലെ ഒരു പൂർണ്ണ രൂപത്തിൽ കിട്ടും. അപ്പം ഇനി ഇന്ന് വരക്കാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കമൻറ്റിൽ നിന്ന് കണ്ടുപിടിക്കാം. ഈ കമൻറ്റ് നിങ്ങൾ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഞാൻ ഈ ഒറ്റയടിക്ക് അക്ഷരങ്ങൾ മാത്രം എഴുതി വെച്ചാൽ ഒരുപാട് കമൻറ്റിൻ്റെ ഇടയിൽ ഞാനത് ശ്രദ്ധിച്ചു എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ലോങ് ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ വായിക്കാൻ എനിക്ക് രസമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ പെടും. അല്ലെങ്കിൽ ഇതുപോലെ നോക്കുമ്പോൾ അത് മാറിപ്പോൾ കണ്ടോ. ഇങ്ങനെ ഒരുപാടെല്ലാം എഴുതി വെക്കുമ്പോൾ എന്തായാലും എൻ്റെ ശ്രദ്ധ പോകുമല്ലോ. പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഒന്നിൽ കൂടുതൽ തവണ ഓരോ വീഡിയോൻ്റെ അടിയിലും കമൻറ്റ് ഇടുന്നവരും അങ്ങനെയൊക്കെയുള്ളവരെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ഞാൻ ഓർമ്മിച്ചെടുത്ത് വെക്കുന്നത് തന്നെയാണ്. പക്ഷെ എന്നാലും ചിലരെല്ലാം വിട്ടുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ വീഡിയോസിൽ വീണ്ടും ഇതുപോലെ ഞാൻ മുന്നേ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാനതൊന്നുകൂടി നോട്ട് ചെയ്യുമല്ലോ. അങ്ങനെ നോട്ട് ചെയ്തൊരു കമൻറ്റാണ് ഞാൻ ഇന്ന് വരക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് വരക്കാൻ പോകുന്ന ചിത്രം റിസ എന്ന പേരിൽ വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അതായത് RIZA. ഈ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കഥ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു അക്ഷരം കിട്ടിയാൽ ഇന്നിങ്ങനെ കുറച്ച് അക്ഷരം കിട്ടിയാൽ ആ അക്ഷരം വെച്ചിട്ട് വരക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു റഫായിട്ട് വരക്കും. അതായത് ക്ലിയർ ആയിട്ടല്ല, എന്തെങ്കിലും ജീവികളെ പറ്റി വരക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കും. ഇപ്പോൾ 6 വെച്ചിട്ട് വല്ല പട്ടിയോ പൂച്ചയോ മുയലോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ അക്ഷരം വെച്ചിട്ടും എന്തൊക്കെ വരക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു അക്ഷരം കൊണ്ട് തന്നെ എന്തൊക്കെ സാധനം വരക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം ഒന്ന് ചെയ്തു നോക്കും. ഇതിപ്പം 6 കൊണ്ട് ഒരു താറാവിനെ നല്ല അടിപൊളിയായിട്ട് വരക്കാന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം താറാവിനെ വെച്ചിട്ടാണ് ഒരു കഥ ഉണ്ടാക്കുക. അതായത് താറാവിനെ മെയിനാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രം താറാവാക്കിയിട്ട് അങ്ങനെ ഒരു കഥ വരക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള അക്ഷരങ്ങൾ നോക്കണം. അപ്പോൾ അതിനുള്ള ഒരു അക്ഷരം ഏത് ചിത്രം വരക്കാനും എടുക്കുക. ഒരു പക്ഷിയുടെ ഫേസ് വരക്കുമ്പോൾ അതിൻ്റെ കൊക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമലിൻ്റെ ചെവിയായിട്ടും അങ്ങനെ വെച്ച് നമുക്ക് പിന്നെ അതുപോലെ കഴുത്ത് വേറെ ഏതെങ്കിലും ആനിമലിൻ്റെ കഴുത്തായിട്ട് അങ്ങനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് വരക്കാൻ. കാരണം ഒരൊറ്റ വരയില്ലല്ലോ, നമുക്ക് ആ ഒരു വര എവിടെ വേണമെങ്കിലും കൂട്ടിച്ചേർക്കാമല്ലോ. അതുകൊണ്ട് കൊണ്ട് നമ്മൾ അധികം തല പോയിക്കണ്ട. പിന്നെ സെഡിനെ കൊണ്ട് എന്താ വരക്കാന്ന് വിചാരിക്കുമ്പോൾ സെഡ് വേണമെങ്കിൽ നമുക്ക് കൊക്കായിട്ട് കൊണ്ടുവരാം. ഏതെങ്കിലും ഒരു പക്ഷിയുടെ കൊക്ക് പോലെ ആദ്യം നമുക്കൊന്ന് വരക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടി. പിന്നെയെന്ന് വെച്ചാൽ ഒരു താറാവിനാണല്ലോ ഞാൻ 6 കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ താറാവിൻ്റെ മുട്ട കക്കാൻ വരുന്ന ഒരു പാമ്പ്, അങ്ങനെ ഒരു കഥയായാലോ ചിന്തിച്ചു. ഇങ്ങനെയൊക്കെ ആട്ടോ ഞാൻ കഥകൾ ഉണ്ടാക്കുന്നത്. വേറെ പ്രത്യേകിച്ച് വലിയ സംഗതിയൊന്നും ഇല്ലേ. ഇങ്ങനെ ഞാൻ തന്നെ നമ്മുടെ കളിക്കുടുക്ക, ബാലരമ അതുപോലെയുള്ള സംഗതിയിലില്ലേ അങ്ങനത്തെ കഥകളെല്ലാം എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ പാമ്പ് മുട്ടയെടുക്കാൻ വരുന്ന രീതിയിൽ വരച്ചാലോ. അങ്ങനെയും കുറച്ച് പ്ലാൻ ചെയ്തു. പിന്നെ ഈ സെഡ് കൊണ്ട് സീബ്രേനെ തന്നെ വരക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും കൊണ്ട് നമ്മളിങ്ങനെ റിസർച്ച് ചെയ്ത് പോയാലുണ്ടല്ലോ എന്തെല്ലോ അത്ഭുതങ്ങളായിട്ടുള്ള സാധനങ്ങൾ കാണാം. അപ്പം നമുക്ക് സീബ്രേനെ തന്നെ വരക്കാൻ പറ്റും. അതുപോലെ 6 കൊണ്ട് റാബിറ്റ്, നമ്മൾ ഏത് പേരാണോ ഉള്ളത് അതുപോലെ തന്നെ വരക്കാൻ പറ്റും. അപ്പം അങ്ങനെയെല്ലാം ചിന്തിച്ച് നോക്കി. അങ്ങനെ കുറേ നേരം എല്ലാ അക്ഷരങ്ങളും കൊണ്ട് വരച്ച് നോക്കി അവസാനം റിസ എന്ന നെയിം കൊണ്ട് വരക്കാൻ പറ്റിയ ഒരു കഥ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6 കൊണ്ട് ഒരു പൂവൻകോഴി, I കൊണ്ട് ഒരു പടക്കോഴി, Z കൊണ്ട് ഒരു തത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷി, പിന്നെ A കൊണ്ട് ഒരു കുറുക്കൻ. ഇത്രയാണ് നമ്മൾ സെറ്റാക്കിയത്. ഇത് വെച്ചിട്ടുള്ളൊരു കഥയും എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഈ ബുക്കിലേക്കാണ് നമ്മൾ വരക്കാൻ പോവുക. റഫായിട്ട് വരക്കുന്ന ആ ബുക്കിലല്ല, നമ്മൾ വീഡിയോ എടുക്കുമ്പം ഈ ബുക്കിലാണ് ഞാൻ വരക്കൽ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ മുൻപ് ചെയ്ത ഷോർട്സിൽ വരച്ച ഓരോരോ ചിത്രങ്ങളാണ്. കണ്ട ഈ ബുക്കിൽ വരക്കുമ്പോൾ എനിക്ക് തെറ്റിപ്പോകുന്നുണ്ട്. ഞാൻ എന്നിട്ട് അത് മാറ്റും, വേറെ വരക്കും. അവസാനം നല്ലത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കും വീഡിയോ. അങ്ങനെ ചെയ്യാറ്. അല്ലാണ്ട് ഒറ്റയടിക്ക് അങ്ങനെ വരക്കുന്നതെല്ലാം കറക്റ്റ് ആവാറൊന്നുമില്ല. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ കഥ, അതായത് റിസേനെ കൊണ്ട് ഉണ്ടാക്കിയ കഥയും തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ഡ്രോയിങ്സ് ആണ് കേട്ടോ. ഈ അപ്രത്യക്ഷമായി പോകുന്നതെല്ലാം 2 ചിത്രം ഒരേപോലെ വരച്ചിട്ട് സെറ്റാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കണ്ട ഇതാണ് നമ്മൾ റിസേനെ കൊണ്ട് വരച്ചിട്ടുള്ള കഥ. പിടക്കോഴിയുണ്ട്, പൂവൻകോഴിയുണ്ട്, ഒരു തത്തയുണ്ട്, ഒരു കുറുക്കനുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള കഥ എന്താണെന്നുള്ളത് ഞാൻ ഷോർട്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഷോർട്സ് കാണുമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തിയത്, അതിന് മുൻപ് ഞാൻ ഏതെല്ലാം വഴിയിലേക്കൂടെ കടന്നുപോയി എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയണം കേട്ടോ. അതുപോലെ ഈ ഷോർട്സിലോ വീഡിയോയിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. താങ്ക്